ഞങ്ങളിപ്പോ എവിടെയാണ്? നെയ്യാർ ഡാമിനകത്ത് ഞങ്ങളിപ്പോ കറന്റ്ലി റെസ്റ്റോറന്റിലാണ്. കറന്റ്ലി ഞങ്ങൾ നെയ്യാർ ഡാമിൽ വന്നു. പക്ഷെ അവിടെ ഇറങ്ങിയില്ല, ഞങ്ങൾ നേരെ റെസ്റ്റോറന്റിലാണ് വന്നത്. KTDC റെസ്റ്റോറന്റിലാണ് വന്നത്. ഓണം സീരീസ് നമ്പർ 3 ആയി. പെട്ടെന്ന് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഔട്ടാണ്. ബാക്കി എല്ലാവരും ബാക്കിലും. ബാക്കി എല്ലാം കാണാം. ഫുൾ ഫാമിലി ഉണ്ട്. എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് ഗായ്സ്? നമ്മുടെ എല്ലാവരുടെയും ഔട്ട്ഫിറ്റ്. ഇത് നുനുവിൻ്റെ ഔട്ട്ഫിറ്റ്, ഇത് പാറുവിൻ്റെ ഔട്ട്ഫിറ്റ്, ഇത് മുത്തിൻ്റെ ഔട്ട്ഫിറ്റ്. എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരും. ഇതെൻ്റെ ഔട്ട്ഫിറ്റാണ്. സോ യെസ്, ലെറ്റ്സ് ഗോ. എല്ലാരും ഫേസ് സീനിക് ബ്യൂട്ടി ഓഫ് നെയ്യാർ ഡാം. അച്ഛാ, നമ്മളെ യൂട്യൂബ് ചാനലിൽ ഹായ് പറ. ഹായ്. പൈനാപ്പിൾ എങ്ങനെയുണ്ട്? ഞങ്ങള് ബോട്ടിങ്ങിന് പോവാണ് അല്ലേ. ഞങ്ങൾക്ക് റിസോർട്ടിൽ പോയപ്പം എന്താ 1.5 മണിക്കൂർ ഇങ്ങനെ ട്രിപ്പ് ചെയ്യാനൊക്കെ സമയമുണ്ടല്ലേ. കയറ്റാൻ പറ്റൂലെന്ന് പറഞ്ഞ് അതുകൊണ്ട് നമ്മളിനി ട്രിപ്പ് ചെയ്തേ പറ്റൂ. നമ്മൾ ബോട്ടിങ്ങിന് പോവുകയാണ്. ഞങ്ങള് ബോട്ടിങ്ങിലോട്ട് കേറാൻ പോകും. How was your boat ride? ഇത്രയും ദൂരം പോയിട്ടില്ല. നല്ലായിരുന്നു അല്ലേ? അവിടെ നമ്മൾ ബോട്ടിങ് കഴിഞ്ഞ് ഇറങ്ങുന്ന സ്ഥലത്താണ് ആനക്കുട്ടി. ആന വലിയ ആനയാണ്, കാട്ടാനയാണ് കേട്ടോ. ക്രൊക്കഡൈൽ ഇനി നമുക്ക് മാനിനെ കാണാൻ പോകാം. ബോട്ട് റൈഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ബോട്ട് റൈഡ് ആക്ച്വലി ആണ് മിയാവാക്കി വനം. അതായത് 5 സെന്റിലാണ് വെറുതെ നമ്പർ ഓഫ് 142 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് വെച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഒരു മോഡലായിട്ട് ചെറിയൊരു വനമാണ്. നമുക്ക് അതിലൊക്കെ നെയിം സ്ലിപ്പ് പോലെ ഇട്ടേക്കുന്നതാണ്. മിയാവാക്കി ഫോറസ്റ്റ്.
വെറും 5 സെന്റിലാണ് ഈ 142 പ്ലാന്റ്സ് ഉള്ളത്. പ്ലാന്റ്സിന്റെ വിവരമൊക്കെ ഇവിടെ ഉണ്ട്. നമുക്കിനി മാനെ കാണാൻ പോവാം ഗൈസ്. നല്ലൊരു ഇത് കണക്കത്തെ സ്ഥലം. വെക്കേഷൻ ഈസ് ഫോർ ടാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ഈ മൊമെന്റ് നമുക്ക് എൻജോയ് ചെയ്യാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നെയ്യാർ ഡാമിൽ പലരും വന്നിട്ടുണ്ടെങ്കിലും ഈ സ്ഥലങ്ങളിൽ പലരും പോയിട്ടുള്ളത് കുറവാണ്. അതാണ് ഇവിടെ നമ്മൾ നെയ്യാർ ഡാമിൽ വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അധികം ആരും വരാത്ത സ്ഥലമാണ്. ബട്ട് ഇറ്റ്സ് സോ വർത്ത് ഇറ്റ്. നമ്മൾ പല പ്രാവശ്യം നെയ്യാർ ഡാമിൽ വരുന്നു, പക്ഷെ ഇതേപോലത്തെ എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം ആണ്. ഇങ്ങനെ ഉള്ളിലോട്ടൊക്കെ വരുന്നത്. അതെ അതെ കണ്ടു. അതുപോലെ തന്നെ ബോട്ടിന് 250 per person ആണ് കേട്ടോ. കുട്ടു ഓൺ ബോർഡ്. പാമ്പാണ് ഇവിടെ. വരുന്ന വഴിയിൽ ഒരു പാമ്പുണ്ടായിരുന്നു കേട്ടോ. അയ്യോ കാണാൻ പറ്റിയില്ല. ഇതിനകത്തൊരു ടെമ്പിൾ പോലെ ഉണ്ട് കേട്ടോ. എക്സോട്ടിക് ടെമ്പിൾ ആണ്. ഒരു കാവ്. നമ്മള് എത്തേണ്ട സ്ഥലത്തെത്തി. എല്ലായിടത്തും ഹായ് ദ ബേബി മങ്കി. See how cute they are. Oh my god. ഇത് ഭയങ്കര ചെറുതാണ് കേട്ടോ. നമുക്ക് കാണുമ്പോ ബുജിയെ പോലെ ഉണ്ട്. മാൻ എത്തിക്കഴിഞ്ഞു. മാൻ ഒരു ആന്റലോപ്പ് ഡിയർ. ഫാമിലി ഡിയർ. സോ ഗൈസ് നമ്മളിപ്പം പാർക്കെല്ലാം കണ്ടു. ഡിയറിന്റെ പാർക്ക് കണ്ടു. എന്താ പിന്നെ ക്രോക്കഡൈൽ എല്ലാം കണ്ട് ഞങ്ങളിപ്പോൾ തിരിച്ച് ബോട്ടിൽ കയറി അപ്പുറത്തിറങ്ങാൻ പോവാം. എന്നിട്ട് ലഞ്ച് കഴിക്കണം. ഇതൊക്കെയുള്ളൂ പരിപാടി. സോ ഗൈസ് ഞങ്ങൾ ബോട്ടിങ് കഴിഞ്ഞ് ഇവിടെ വന്നു. ഇനി ലഞ്ച് കഴിക്കണം. ലഞ്ച് കഴിക്കാൻ പോവാണ്. Let's go for lunch. Come on. Transition. Come on. Hey, സോ ഗൈസ് ഞങ്ങള് ഇവിടെ നിന്ന് ഇറങ്ങി. ഇനി ഇവിടെ വെച്ചാ പോണ പൂവാറാണ് പോകുന്നത്. മുടി കൊള്ളൂലെന്ന് പറഞ്ഞപ്പോ എനിക്ക് 24 മണിക്കൂർ മുടിയൊന്നും ശരിയാക്കാൻ ഇപ്പൊ ചീപ്പെടുത്ത് ചെയ്യുന്നു. ചാച്ചന്റെ ഡ്രൈവിംഗ് സ്കിൽസ് നോക്ക് ഗൈസ്. ഞങ്ങളിതാ ഇവിടെ നിന്ന് ഇറങ്ങി. ഇതായിരുന്നു ഞങ്ങള് സ്റ്റേ ചെയ്തല്ല, ലഞ്ച് കഴിച്ച് ഒരു റൂം എടുത്ത് ഫ്രഷ് ചെയ്ത ഹോട്ടൽ.
നമ്മൾ പൂവാർന്ന് തിരിച്ചെത്തി, ഡ്രസ്സൊക്കെ മാറി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. ഫുഡ് കഴിക്കാൻ വേണ്ടി എവിടെയാണ് പോകുന്ന സമയത്ത് ഫോണില് ഇത് ചാർജ് ഡൗൺ ആയിപ്പോയി, അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. സോ ഞങ്ങൾ വീടെത്തി. അപ്പം തന്നെ നെക്സ്റ്റ് ഡ്രസ്സ് ചെയ്തിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ, ഡിന്നർ കഴിക്കാൻ പോവാണ്. സോ ഡിന്നർ കഴിക്കാൻ നേരത്തെ കാണാം. ഓക്കെ ഗൈസ്, ഞങ്ങൾ എത്തി, നടന്നുകൊണ്ടിരിക്കുകയാണ് പാർക്ക് ചെയ്തിട്ട്. ഗൈസ്, ഞങ്ങളപ്പം ഹോട്ടലിലെത്തി, ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. സോ ലെറ്റ്സ് ഈറ്റ് ദ ഡിന്നർ. യെസ് ഗൈസ്. നമ്മൾ ഫോട്ടോ കാണിച്ചപ്പോൾ വേണ്ടത് ഞങ്ങളുടെ ഫുഡ് വന്നു, ഞങ്ങൾ പോയി കഴിച്ചിട്ട് വരാം. ഓക്കെ ബൈ. സോ ഹായ് ഗൈസ്, ഞാൻ ഒറ്റയ്ക്കായി ഇപ്പോൾ ബൈ പറയാനായിട്ട് വ്ളോഗിൽ. സോ എല്ലാവരും പോയി. നുനുവിന് പെട്ടെന്ന് വന്നിട്ട് ക്ലാസ് ഉണ്ടെന്നും പറഞ്ഞ് മെസ്സേജ് വന്നു. അങ്ങനെ നുനു പോയി. പിന്നെ പെട്ടെന്നുള്ള പോക്കായിരുന്നു. നാളെ പോകുമെന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ട് പക്ഷേ ഇന്ന് ഇങ്ങനെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ 10th-ലാണ് നുനു പഠിക്കുന്നത്. അപ്പം അങ്ങനെ കാരണം നുനു പോയി. അപ്പം ഞാനും പിന്നെ പോയി കഴിഞ്ഞ് സങ്കടമായി അവർ പോയപ്പം. പക്ഷേ കുഴപ്പമില്ല, അവർ പഠിത്തത്തിൻ്റെ ഇതിലല്ലേ, അവർ ഇത്രയും നേരമെങ്കിലും വന്നില്ലേ. അപ്പം ഞാൻ പിന്നെ പോയി കിടക്കാൻ പോവാ. സോ ഇന്ന് സത്യം പറഞ്ഞാൽ ഇന്നത്തെ ടൂറ് ബോട്ടിൽ നിന്ന് കാറിലോട്ട്, കാറിൽ നിന്ന് ബോട്ടിലോട്ട്, അതായത് ഫുൾ ബോട്ടിങ് വ്ളോഗ് പോലെ ആയിരുന്നു. വെച്ചാൽ വലിയ ആൾക്കാരുടെ കൂടെ പോകുന്നതല്ലേ, അപ്പോൾ അവർക്കൊക്കെ വന്നിട്ട് ബോട്ടിങ്, ഇരുന്നുള്ള യാത്ര അതൊക്കെ ഇഷ്ടപ്പെടുന്നത്. അപ്പം അവർക്ക് വേണ്ടി ഒരു ഡേ പോലെയായിരുന്നു. ഞങ്ങൾ എവിടെയൊക്കെ പോയി, നെയ്യാർ ഡാമിൻ്റെ ബോട്ടിങ്ങിന് പോയി, പിന്നെ പൂവാർ അവിടുത്തെ ബോട്ടിങ്ങിന് പോയി. കുറേ ബോട്ടിങ്, ഫുൾ ബോട്ടിലായിരുന്നു. ഒരു ബോട്ട് ഡേ എന്ന് വേണമെങ്കിൽ പറയാം. സോ കുഴപ്പമില്ലാണ്ട് എൻജോയ് ചെയ്യുക. അവസാനം പൂവാറിൻ്റെ അതൊക്കെ എനിക്ക് അത്ര ഒരു അവസാനമായപ്പം ബോട്ടിൽ തന്നെ ഒരു മീൻസ് വെള്ളവും മാത്രം കണ്ട് ഒരു മടുപ്പൊക്കെ തോന്നി. ഫസ്റ്റ് നെയ്യാറൊക്കെ നല്ലതായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സോ ദാറ്റ്സ് ഇറ്റ്. സോ ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് ദിസ് ലോൺ. ഒറ്റയ്ക്കാണ്. സോ ബൈ. അവരെന്നും കൂടെ ബൈ. സോ ബൈ.